ഈ നിലം തുടങ്ങിയ സാധനം ഫ്ലിപ്കാർട്ടോ നാപ്റ്റോയിൽ നിന്നൊന്നും ഞാൻ വാങ്ങിയതല്ല. ഇത് പക്ക ബിഗ് ബോസ് എന്ന് ഞാൻ കണ്ട സാധനമാണ്. ഇതൊന്ന് ജസ്റ്റ് നിലത്തിട്ട് കൊടുത്താൽ ഫ്ലോർ ഫുള്ള് ക്ലീൻ ആക്കി തരും. കിഡിലും പ്രൊഡക്റ്റ് ആണ്. അപ്പൊ രാവിലെ തന്നെ ഒരു കൂർക്കവലി സീനായിട്ട് ശ്രീരേഖ വന്നു. ഒന്നുമില്ല, ജാതി കൂർക്കവലി. യമുനയും ശ്രീരേഖയും ജാതി കൂർക്കവലി ആയതുകൊണ്ട് തന്നെ ജാസ്മിൻ ഒന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പോ ഉറങ്ങുന്ന ആളെ തോണ്ടി എണീപ്പിച്ച് ഉറങ്ങുന്ന ആളെ എണീപ്പിക്കുന്നത് ഭയങ്കര മോശം കാര്യമാണ്. സത്യമാണ്, വളരെ മോശം കാര്യമാണ്. ഞാനാണ് ഒന്ന് കൊടുത്താളൂ ചിലപ്പോ ആ ഒരു ഇതില് നമുക്ക് നമ്മളെ ഉറക്കം പോക്കല്ലേ. അപ്പൊ ശ്രീരേഖ ജാതി കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് വന്നു. അപ്പൊ കിടില കോണ്ടന്റ് ആണെന്ന് വിചാരിച്ചു വന്നതേനു. പക്ഷെ അവിടെ എത്തിയപ്പോ പെട്ടെന്ന് ജാസ്മിൻ സോറി പറഞ്ഞു. അതെനിക്ക് ഡിസ്റ്റർബൻസ് ആയി. പിന്നെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാ ചേച്ചി അലക്കി. സോറി പറഞ്ഞാ എങ്ങനെയാ തീരുക? ശരിയാണല്ലോ, സോറി പറഞ്ഞാൽ തീരുമല്ലോ. അയ്യോ ആ സ്കീവായിപ്പോയി. എന്ത് ചെയ്യാനാ ശ്രീരേഖ? എന്നിട്ട് അത് ഇങ്ങനെ പിന്നെയും പറഞ്ഞ് അത് പവർ ടീം ഏറ്റെടുത്ത് പവർ ടീമിന്റെ അടുത്തും ജാസ്മിൻ സോറി പറഞ്ഞു. ഇനിയിപ്പോ എന്ത് കാട്ടും? ഒന്നും പറയാനില്ല. എന്റെ ഇടയ്ക്ക് യമൻ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാവരുടെയും കൂർക്കമ്പലി കേൾക്കും, വായിരിക്കുന്ന കേൾക്കും, പലതും സംഭവിക്കും. അതൊക്കെ സഹിച്ച് നിൽക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ ഒന്ന് നിന്നിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവരൊക്കെ വീട്ടിൽ ഇരിക്കണം. ശരിയാണ്, പറഞ്ഞമാതിരി ഒരു റിസോർട്ടിലേക്ക് വന്നതല്ല, ഒരു ബിഗ് ബോസിലേക്കാ വന്ന് ഇതൊക്കെ സഹിക്കണം, ഫുഡൊക്കെ സഹിക്കണം. എന്താ കൂർക്കമ്പലിയും കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും അല്ലെങ്കിൽ വിശപ്പും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ തന്നെയാണ് വന്നത്. അത് മതി, അറിഞ്ഞാ മതി. എന്നിട്ടാണ് ബാക്കിയുള്ളവരെ വെറുപ്പിക്കാൻ പോകുന്നത്. കള്ളപ്പന്തി. പിന്നെയാണ് ഇതിന്റെ ഇടയ്ക്ക് നോറയും അപ്സരയും ചെറിയൊരു സംഭവം ഉണ്ടായി. റൂൾസ് എന്തോ എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ട് യമുന എന്തോ ഇടയിൽ കയറി സംസാരിക്കുന്നോ ഉണ്ടായി. നോറ ഫുൾ കച്ചറ. ശരിയാണ്, നോറ പറഞ്ഞതിൽ പോയിട്ടുണ്ട്, നോറയും അപ്സരയും പറഞ്ഞതിൽ പോയിട്ടുണ്ട്. ജിൻഡോന് തിരിച്ചു പറയാനൊന്നുമില്ല. അപ്പൊ എന്തൊക്കെയോ പറയാ അവിടുന്ന്. അവിടെ പോയി മണ്ടത്തരം പറയല്ലേ, കള്ളക്കളവാ. കഴിയുന്നത് രശ്മി ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെയോ പിടിച്ചു നിൽക്കുന്നത്. ജിൻഡോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ജിൻഡോ സത്യം പറഞ്ഞാല് ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, ഇങ്ങനെയാണ് എനിക്ക് തോന്നുക. അതെന്താന്ന് എനിക്കറിയില്ല. ഇനിയാണ് BB സർക്കസ്. ഈ സർക്കസിൽ ഫസ്റ്റ് തന്നെ ഒരു മത്സരം ഉണ്ടായിരുന്നു, ഡാൻസിന്റെ മത്സരം. 3 ടീമുണ്ട്. ഋഷി കിടില ഡാൻസ് ആയിരിക്കും, അത് 100% ഉറപ്പാണ്. അത് എല്ലാവർക്കും അറിയാം, ഋഷി ആയിരിക്കും കിടിലായിട്ട് ഡാൻസ് കളിക്കുക. അത് വിഷയമായിരുന്നു, ഡാൻസ് വിഷയമായിരുന്നു. പിന്നെ നോറ ശ്രീരേഖയാണ് പിന്നെ ഉണ്ടായിരുന്നത്. ശ്രീരേഖനെക്കാട്ടും ബെറ്റർ ആയിട്ട് കളിച്ചത് നോറയാണ്. ശ്രീരേഖന്റെ കളി നിങ്ങൾ കണ്ടതല്ലേ? അതിനെക്കാട്ടും ബെറ്റർ നോറയാണ്. പക്ഷെ എന്നിരുന്നാലും സെലക്ട് ചെയ്യേണ്ട പവർ ടീം ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജിൻഡോ എന്തെങ്കിലും ഇത് വെച്ചിട്ടായിരിക്കും നോറയ്ക്ക് ലാസ്റ്റാ കൊടുത്തത്. അതിൽ ഞാൻ യോജിക്കുന്നില്ല. നോറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കളിച്ചിട്ടുണ്ട്. സോ നോറ സെക്കൻഡ് പ്ലേസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് ജിൻഡോയ്ക്ക് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് അവരെ പ്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ജാസ്മിനും ഗബ്രിയിലും പൊക്കി. എവിടുന്ന്? ഡ്രസ്സിംഗ് റൂം. ഡ്രസ് ചേഞ്ചിങ് റൂം അതിനുവേണ്ടി മാത്രമുള്ളതാണ്. ആരും കാണാത്ത സ്ഥലത്ത് ഇവർക്ക് എന്താ പരിപാടി? എന്തെങ്കിലും എന്തോ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. മൈക്കും മാറ്റി, ആളും കാണൂല, ബിഗ് ബോസും പൊക്കി. പിന്നെ BB സർക്കസിന്റെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ സർക്കസിൽ ഡ്രസ്സിംഗ് ആണ്. ലിവിംഗ് റൂമിൽ നിന്ന് ആദ്യം ക്ലോണിന്റെ ഡ്രസ്സ് ഇടും, അത് കഴിഞ്ഞിട്ട് ഗാർഡനിൽ പോയിട്ട് മൂക്കിടണം. ഇതില് പാവം തോന്നിയെന്ന് പറഞ്ഞാൽ അർജുന് ഡ്രസ്സ് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയില്ല. അപ്പൊ ക്ലോണിന്റെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ മൂക്ക് തൊടാൻ പറ്റില്ല. മറ്റൊരു രണ്ടാളും ടൈറ്റ് ആയിരുന്നു, ശ്രീതും ഗബ്രിയും കൂടി ടൈറ്റ് ആയിരുന്നു. ശ്രീതുവിന് ഫസ്റ്റ് കിട്ടറായിരുന്നു. അവർക്ക് കിട്ടിയില്ല. ഓക്കെ, ഗബ്രിക്ക് അങ്ങനെ കിട്ടി. ഗബ്രി അല്ലേ ഇപ്പൊ കച്ചുണ്ടാക്കിയെന്നുള്ള മൂഡിലാണ് നിൽക്കണം. ഓന് കൊടുത്തത് നന്നായി, അല്ല ഓൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുപ്പിച്ചേനെ. എന്തായാലും ഗബ്രിക്ക് കിട്ടി. പിന്നെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ് ആയിരുന്നു. ഒരു ട്രാക്കിൽ കൂടെ സൈക്കിൾ ഓടിച്ച് പോവുക. അതിൽ 3 ആളാണ് പങ്കെടുത്തത്. അതിൽ ഗബ്രി, ശരണ്യ, മുടിയൻ ആദ്യം എത്തിയെങ്കിലും ട്രാക്ക് എന്തോ തെറ്റിന്ന് പറഞ്ഞിട്ട് അതിൽ ശരണ്യാണ് ജയിച്ചത്. സെക്കൻഡ് ഗബ്രി. പിന്നെ സിജോ പാവുണ്ട്. എന്താ അറിയാ, നല്ല സീനായിട്ട്, സത്യം പറയാനുള്ള നല്ല സീനായിട്ട് ഇവിടെ അങ്ങനെ വീർത്തെടുക്കുന്നു. നല്ല അടിയാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ റോക്കി ചെയ്ത് വളരെ മോശം കാര്യമാണ്. ശരിക്കും അങ്ങനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സിജോന്റെ അടുത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞാലും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് റോക്കി ചെയ്തത്. കാരണം അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് റോക്കി ചെയ്തത്. ആ റോക്കി കാരണം സിജോന്റെ കളിയും കൂടി പോയി. ഇവിടെ ഫുള്ള് സീനായിട്ട് എൻ്റെ മോനെ സംസാരിക്കാനും പോലും പറ്റില്ല.
ഈ ഒരു അവസ്ഥയിൽ അവനെ കുറിച്ചിട്ട് ഒരു ഇൻഫോ കിട്ടുന്നുണ്ട്. ലൈക്ക് അവൻ ഒരു ഡേയിലേക്കോ ആ ഒരു രീതിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇൻഫോ കിട്ടുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ എല്ലാവരും ഒരുവിധം ഡൗൺ ആവുന്നുണ്ട്. സോ ക്യാപ്റ്റൻ അവനായോണ്ട് ഇവിടെ വേറൊരാളെ സെലക്ട് ചെയ്യാണ്. അതില് അന്ന് മത്സരിച്ച 3 ആൾക്കാരുണ്ട്, റോക്കി, സിജോ, പിന്നെ അൻസിബ. സോ റോക്കി ഇല്ല, റോക്കി പുറത്തായി. പിന്നെ സിജോക്ക് ആണെങ്കിൽ പരിക്ക്. സോ ഇനിയുള്ളത് അൻസിബയാണ്. അപ്പൊ അൻസിബേനെ ചൂസ് ചെയ്യാണ്. ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുക. എന്താലേ ചിരിക്കണോക്കടാ. ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത് ഇവളാണ് പക്കാ വിഷം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സിജോക്ക് ഏറ്റവും സീനായിട്ടാണ് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടെ അവര് ഒരു ഗെയിം കളിച്ചിട്ടോ ഒരു വലിയ സംഭവം കളിച്ചിട്ടോ ഒന്നും ഏൺ ചെയ്തതല്ല. പക്ഷെ അവരെ ഹാപ്പിനെസ് നിങ്ങൾ നോക്കിക്കോ. അൻസിബ എന്ന് പറയുന്നത് മുതുക്ക് വിഷമാണ്. ഇത് എന്ത് പറഞ്ഞാലും എനിക്ക് ആ ഒരു സ്മൈൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഡാർക്ക് സ്മൈലായിട്ടാണ് തോന്നി. ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അച്ഛൻ ചത്തത്ത് കിരീടം മകനെടുക്കും, മകൻ ആ സന്തോഷത്തോടെ എടുക്കുക. ആ ഒരു സംഭവമൊക്കെ എനിക്ക് മൈൻഡിൽ വന്നു. അത് ഭയങ്കര ബാഡല്ലേ. ബാഡായി